വ്യഭിചാരം നടന്നാൽ അല്ലാഹുവിന്റെ ഉളബ് എങ്ങനെയാണ് ഇറങ്ങാതിരിക്കുക? വ്യഭിചാരം എന്ന് വിഷയമില്ല, സിന എന്ന് വിഷയമില്ല. സിന നടക്കുന്ന നാട്ടിൽ മജ്‌ലിസ് 100 200 നടത്തിയിട്ട് എന്താ കാര്യം? പടച്ചതമ്പുരാൻ മജ്‌ലിസ് 100 നടത്താനല്ല പറഞ്ഞത്. പടച്ചതമ്പുരാൻ കൽപ്പിച്ചത് വാജിബാത്തുകളെ കൃത്യമാക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ്. അതിന്റെ പുറമെയാണ് സുന്നത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമാണ്. ഇത് വ്യഭിചാരം നടക്കുന്നതിൽ പ്രശ്നമില്ല, തോന്നിയാസത്തിൽ പ്രശ്നമൊന്നുമില്ല, പലിശക്ക് പൈസ വാങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പ്രശ്നമൊന്നുമില്ല, അതിന് ബേജാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടാവാതിരിക്കുക? ഒരു ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവര് കുടുംബപരമായും വ്യക്തിപരമായും സാമൂഹികമായും അകന്നു പോവുക. അവരെ ആകട്ടെ അള്ളാഹുവിന് അടിസ്ഥാനപരമായി ഇഷ്ടവുമാവുക. അപ്പോൾ ഇടക്കാലത്ത് അള്ളാഹു തആല അവർക്കൊരു പരീക്ഷണം കൊടുത്തു. ആ പരീക്ഷണത്തിലൂടെ അവർ അള്ളാഹുവിലേക്ക് ചിന്തിക്കും, അവർ അള്ളാഹിന്റെ ആളുകളായി മാറും. പിന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിശ്ചയിച്ച ദർജയിൽ അവരെത്തിച്ചേരുകയും ചെയ്യും. ഇത് പരീക്ഷണത്തിന്റെ രണ്ടാമത്തെ ഒരു വഴിയാണ്. ഇതും മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയും, പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ. ഈ ഒരു വഴിയാവാനാണ് നമ്മുടെ ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അമ്പിയാക്കളെ പരീക്ഷിക്കപ്പെട്ട അവസ്ഥയല്ല നമ്മുടെ പരീക്ഷണം. അമ്പിയാക്കളെ പരീക്ഷിക്കപ്പെട്ടത് അവരുടെ ഈമാനുടെ കമാലിയത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഈമാന്റെ കമാലിയത്തും അതിൻ്റെ ഒരു മഹത്വവുമാണ്. നമ്മുടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മളെ മുഅ്മിനായി അള്ളാഹു അംഗീകരിക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ അതും ഒരു വലിയ കാര്യം തന്നെ. അള്ളാഹു തആല നമ്മളെ മുഅ്മിനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ കർമ്മത്തിലും സാമൂഹിക ജീവിതത്തിലും അകന്നു പോവുക. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും നമ്മൾ അകന്നു പോവുക, അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുക. അവൻ്റെ നിയമത്തെ വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുക. പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹു തആലക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അള്ളാഹു തആല സ്വർഗം വിധിച്ചിട്ടുണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? ഒരു പരീക്ഷണം തരും. ഈ പരീക്ഷണത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരും. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സ്വർഗം അള്ളാഹു വിധിച്ച ഒരു മനുഷ്യൻ എന്ന് സങ്കല്പിക്കുക. ആ മനുഷ്യൻ ദുനിയാവിൽ കുറച്ച് വഴി മറന്ന് ജീവിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രോഗം കൊടുത്തു, വലിയൊരു ക്യാൻസർ കൊടുത്തു. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പിന്നെന്തായി? രാവും പകലും അള്ളാഹ് 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 എന്ന് പറഞ്ഞ കരച്ചിലായി പിരിച്ചിലായി ഒക്കെ മാറി, എല്ലാം മാറി. ആ കരയിലുള്ള കൂട്ടത്തിൽ ഒരു അഹങ്കാരിയായ ഒരാളായിരുന്നു. മര്യാദയ്ക്ക് ഒരു മനുഷ്യൻ അവനോട് സംസാരിക്കില്ലായിരുന്നു. ഭയങ്കര ഒരു വൃത്തികെട്ട വാക്കല്ലാതെ പറയൂല. ആരെയും തല്ലാൻ എണീക്കാനൊരു മടിയോ ഇല്ല. ചട്ടമ്പി, പോക്കിരി, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവൻ. വാങ്ങി കൊടുക്കൂല, നീ ചോദിച്ചാൽ തന്നെ അഹങ്കാരം പറയും. കൂടെയുള്ള ആളുകളെ ഉപദ്രവിക്കും. അയൽവാസികളോട് മാന്യമായി പെരുമാറൂല. അങ്ങനെ ഒരു മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാകാവുന്ന അങ്ങനെ പലതും പല ജാതി ദോഷങ്ങളും ഈ വ്യക്തിക്കുണ്ടാവും. എന്തുകൊണ്ട്? പണം വരുമ്പോൾ മനുഷ്യന്മാർ കുടുംബത്തിന്റെ കരുത്ത്, പണത്തിന്റെ കരുത്ത്, കച്ചവടത്തിന്റെ ആധിക്യം, ഇതൊക്കെ മനുഷ്യനെ നശിപ്പിക്കും. നിഅമത്ത് കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ നാശമാകും. അപ്പോൾ സ്വാഭാവികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പൊടിപാറിയ കച്ചവടം, വലിയ കുടുംബം, ബന്ധം, മക്കൾ, ഡോക്ടർ, എഞ്ചിനീയർ, ഇങ്ങനെ പറഞ്ഞില്ലേ, എവിടെയും പൈസ, ഷോപ്പിംഗ് മാള്, ഭാര്യയും ഭർത്താവും, കാറും വണ്ടിയും സൗകര്യം, ഇങ്ങനെ ആവുന്നതിനിടയിൽ ഒരു ദിവസത്തിൽ ഒരു ചെറിയ വേദന ഇളകിയിട്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ബാലുശ്ശേരിക്കാർ ആശുപത്രി എന്ന് പറഞ്ഞു, നിങ്ങൾ കോളേജ് കാണിച്ചാലേ എന്താ മനസ്സിലാവുന്നില്ല. അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളൊക്കെ തീർന്നിട്ടുണ്ട്, ക്യാൻസറാണ്, ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അപ്പോൾ റബ്ബേ എന്ന് പറഞ്ഞ് മാറും. പിന്നെ അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ രീതി മാറും, അവൻ്റെ പെരുമാറ്റം മാറും, അവൻ്റെ അഹങ്കാരം വരും. നാട്ടിൽ വയലു നടക്കുമ്പോൾ പോലും അതിൽ പങ്കെടുക്കുകയോ ഒരു മൗലിയരെ ഒരു വാക്കിലേക്ക് കേൾക്കുകയോ ഒരു ആലിമിൻ്റെ ഇൽമിലേക്ക് ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത ഇവൻ മൗലിയമാരും തങ്ങന്മാരും ഒക്കെ വെറുതെ തട്ടിപ്പിന് നടക്കുകയാണ് എന്ന്
പീഡിയക്കൊലയുമല്ലേ ഇരുന്ന് സ്വാഭാവികമായും തട്ടിവിടുന്ന ഇവൻ. ഈ ക്യാൻസറോടുകൂടി അവൻ്റെ രീതിക്ക് സമൂലമായ മാറ്റം ഉണ്ടാവും. അവൻ കാണാൽ അലിമിങ്ങളോടൊക്കെ പൊട്ടിക്കറിഞ്ഞ് ദ്വാരക്കം പറയും, ഉസ്താദേ എൻ്റെ കാര്യം വളരെ പരിങ്ങലാണ്, നിങ്ങൾ ദ്വാരക്കി ഞാക്കപ്പെട്ട് നന്നാവണം, അതെനിക്ക് ആവശ്യമുള്ളൂ. മരുന്നില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യമൊക്കെ പോക്കാണ്, നിങ്ങൾ എന്നൊക്കെ ദ്വാരക്കി. എല്ലാവരും കിടപ്പിലാവുന്നതിന് മുമ്പ് ഉമ്രക്ക് പോകാൻ തീരുമാനിക്കും. ഉമ്രക്ക് പോവും. കഅബാലയത്തിന്റെ കിസ്വ പിടിച്ചു കരയും, പടച്ചോനെ ഞാക്കപ്പെട്ട് നന്നാവണം, സ്വർഗം കിട്ടണം, അല്ലാ ചെയ്തു പോയി മാപ്പാക്കണം, അല്ലാ കരീം. കൊടുക്കാനുള്ള പല മുതലുണ്ടായിരുന്നു, കൈ പൈസ ഉണ്ടായിട്ടും ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് അയൽവാസികൾക്ക് വല്ലാതെ ചോദിച്ചപ്പോൾ എനിക്ക് വാങ്ങുമ്പോൾ തരാന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നിന്ന് കൈ വന്ദിച്ച് തരാനൊരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അതൊക്കെ മാറി പൈസയും കൊണ്ടുപോയി. അയൽവാസി പറഞ്ഞു, എൻ്റെ പൈസ ഞാൻ വാങ്ങൂല, ഞാൻ മഴശവന് വാങ്ങിക്കോളാം. അത് പറയരുത്. കല പിടിച്ച് ആ പൈസ തിരിച്ചു കൊടുത്ത് ഒക്കെ മാറി. എല്ലാം മാറിയാൽ എല്ലാം മാറി, സമൂലമായ മാറ്റം ഉണ്ടായി. വലിയ അഹങ്കാരി പെണ്ണായി നടന്നിരുന്ന അവൻ്റെ ഭാര്യയോ ഉടുത്തൊരുങ്ങി കല്യാണത്തിന് മാത്രം നടക്കുകയും മാറി മാറി വണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഇവൻ്റെ ഭാര്യയോ അവളും മാറി, രീതിയൊക്കെ മാറി, പെരുമാറ്റമൊക്കെ മാറി. എല്ലാവരെയും കളിയാക്കിയിരുന്ന ഇവൻ്റെ രീതിയൊക്കെ മാറി. ഇവരൊക്കെ വലിയ വലിയ മാറ്റം മാറി. ഒരു നിലക്ക് അല്ലാഹു ആ കുടുംബത്തിന് ചെയ്തിട്ടുള്ള ഒരു റഹ്മത്താണിത്. പിന്നെ വല്ലാതെ താമസിയാതെ 1 3 4 നാട്ടുകാരൊക്കെ ദ്വാരുന്നു, എല്ലാവരും ദ്വാരുന്നു. ഇവൻ ദ്വായൊന്നും ഫലിച്ചില്ല, ഒരു നിലക്കും ഫലിച്ചില്ല. ഇവൻ മരിച്ചു, കുടുംബത്തിന്റെ ചിറകറ്റ്. ഇവനെ അല്ലാഹു കബൂലാക്കി. എന്തുകൊണ്ട്? പല രാത്രികളിലും ചെയ്തു പോയ തെറ്റിനവൻ പൊട്ടി കരഞ്ഞു. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങളോട് വയൽ പറയാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കരുത്. ഞാൻ വയൽ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങളോട് വയൽ പറയാൻ വന്നതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കരുത്. നിങ്ങളെപ്പറ്റിയും എന്നെപ്പറ്റിയാണ് ഈ പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അമ്പിയാക്കന്മാരെ പരീക്ഷിച്ചതുപോലെയാണ് പൂനത്തുകാരെയും മൂത്തേടത്തുകാരെയും കോഴിക്കോട്ടുകാരെയും പലിശാരിക്കാരെയും പരീക്ഷിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് മാത്രമുള്ള മാറ്റുന്നത് നമുക്കില്ല. ഇപ്പോൾ കാണുന്ന ഇത് കേവലം ഒരു പരീക്ഷണവുമല്ല. ഇതിന് 2 അവസ്ഥ ഉണ്ട്. നല്ല പോലെ ചിന്തിക്കണം. പണ്ഡിത പാമര ഭേദമന്യേ ചിന്തിക്കണം. പണ്ഡിത പാമര ഭേദമന്യേ ചിന്തിക്കണം. എല്ലാവർക്കും ഇതിൽ പാടുണ്ട്. ഇതിൽ പണ്ഡിതന് പാടുണ്ട്, ഇതിൽ പാമരന് പാടുണ്ട്. പിന്നെ അള്ളാഹുവിലേക്ക് നേരത്തെ മടങ്ങിയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് പൗരത്വമില്ല നടന്നാലും അവർക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യവുമല്ല. അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു പേടി മരമോണില്ല, ഒന്നുമില്ല. അവർ നടുക്കടലിൽ മുസല്ല വിട്ട് വെച്ച് നിസ്കരിക്കും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. അതൊന്നും അവരെ ബാധിക്കൂല, നമുക്കേ ബാധിക്കുള്ളൂ. പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവർക്കും പാഠമുള്ള വിഷയമാണിത്. ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളുടെ പരീക്ഷണമല്ല. പിന്നെ എന്താ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനം? അള്ളാഹുവിൽ നിന്ന് അകന്നു പോയപ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇലാഹിയായ ഹിക്മത്താണിത്. ഈ ഇലാഹിയായ ഹിക്മത്തിന് 2 അവസ്ഥയുണ്ട്. എന്താ ഇലാഹിയായ ഹിക്മത്തിന് 2 അവസ്ഥ? അള്ളാഹുവിലേക്ക് അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അള്ളാഹു തിരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമയും പറയും, അള്ളാഹു തല തൗഫീഖ് തരട്ടെ. വലിയൊരു ശതമാനം ആളുകളും ഇത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങും. അവരൊക്കെ വിജയിക്കുകയും ചെയ്യും. വേറെ ഒരു സംഘം ആളുകൾ അതിലും ചിന്തിക്കൂല. അവർക്കതൊന്നും ഒരു പ്രശ്നവും ആവൂല. അവരതൊന്നും അതിലൊന്നും കണക്കാക്കുകയോ ഇല്ല. അവർ കളിയും വിനോദവും പരിധിവിട്ട ആഘോഷങ്ങളും പരിധിവിട്ട ആർഭാടങ്ങളുമായിട്ട് അങ്ങനെ കളിച്ചും രമിച്ചും രസിച്ചും അങ്ങനെ നടക്കും. അവരെ അള്ളാഹു തആല അന്ത്യനാളിൽ കൈകാര്യം ചെയ്യും. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് അള്ളാഹിൻ്റെ ഉത്തരവാദിത്വം. എനിക്ക് അതിട്ട് ബന്ധമില്ല. വിഷയം ഞാൻ പഠിച്ച വിഷയമാണ് ഈ പറയുന്നത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവർ ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തള്ളി പറയുകയും ചെയ്യും. ഇനിയുള്ള കാലത്ത് മുസ്ലിം സമുദായത്തിനെ തള്ളി പറയുന്ന ആളുകൾ അധികരിക്കും. മുനാഫിഖീങ്ങൾ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖീങ്ങൾ ഇനിയുള്ള കാലത്ത് അധികരിക്കും. തന്നെ നിഫാഖ് പറയും. പലരുണ്ടല്ലോ ഇപ്പം തന്നെ നിഫാഖ് കണ്ടഞ്ചാടിയിട്ട് തോന്നിയാസമൊക്കെ പിടിച്ച് പറയുന്ന എത്ര ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രഭാഷകരായി ഉണ്ട്.
അവരുടെ പേര് പോലും പറഞ്ഞ് ഈ നല്ല മജ്‌ലിസ് ഞാൻ നാശമാക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് കസേര വേണം. അവർക്ക് വിടുന്നല്ലെങ്കിൽ കസേര അപ്പുറത്തുനിന്ന് അവർക്ക് കസേര വേണം. അവർക്ക് അങ്ങനെ നടക്കും. തൊണ്ടനായി ചാവാനായി എന്നുള്ള ചിന്തയൊന്നും ഇല്ല. എവിടുന്നാണ് കസേരയും പണവും സൗകര്യവും അധികാരവും കിട്ടുക? അതിന് വേണ്ടി മാറ്റി പറയും. സമുദായത്തെ തള്ളി പറയും, ഖുർആനെ തള്ളി പറയും, ഇസ്ലാമിനെ തള്ളി പറയും. ആര്യണം മുസ്ലിം നാമധാരികളായ കുറച്ച് ആളുകൾ അവർ ഇനിയുള്ള കാലഘട്ടത്തിൽ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവുമ്പോൾ അവർക്ക് അവർ തീക്കട്ട പിടിച്ചതുപോലെ കുറച്ചു കാലം ജീവിക്കും. ഈ പരീക്ഷണത്തിന് എന്തുണ്ടാവാം? വിജയം ഉണ്ടാവാം, പരാജയം ഉണ്ടാവാം. അതെന്താണെങ്കിലും അന്തിമമായി വിജയമായിരിക്കും. എന്തുകൊണ്ട്? റിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹിന്റെ പൊരുത്തമാണ് അവസാനം വരാൻ പോണത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അത്രയും ആവശ്യമില്ലുള്ളൂ. പിന്നെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ദുനിയാവ് എന്താ നിസ്സാരല്ലേ? ദുനിയാവ് എന്ത് നിസ്സാരല്ലേ? ഇത് വളരെ വളരെ ചിന്തിക്കണം. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് ഈ രണ്ടാമത്തെ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്താ നമ്മൾ ഈ ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിന്റെ ഒളവിലേക്ക് പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹിന്റെ പൊരുത്തത്തിലുള്ള ആളുകൾക്ക് ഇതൊന്നും ബാധിക്കുകയും ഇല്ല എന്ന്. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, അവർക്കൊന്നും ബാധിക്കില്ല. അവർക്ക് എന്തും ബാധിക്കില്ല. അവരെ ഇനി കുറച്ച് ആളുകൾ പിടിച്ച പൗരത്വ ബില്ലിന്റെ പേരിൽ അറബിക്കടലിലേക്ക് വലിച്ചിരുന്നാൽ അവരവിടെ ജീവിക്കും, അവർക്ക് വിഷയമില്ല. നമ്മളവിടെ എത്തിയില്ലല്ലോ. ചിന്തിക്ക്. അമ്പിയാവിന്റെ പരീക്ഷ നമുക്ക് അല്ലതാണ്. അമ്പിയാവിന്റെ പരീക്ഷ അവരുടെ കമാലിയത്തിന്റെ ഈമാനാണ്. അതല്ല നമുക്ക് അള്ളാഹിന്റെ ഒളവ് പറ്റിപ്പോയതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, മനസ്സ് തുറക്കി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് അള്ളാഹിന്റെ ഒളവ് ഒന്നുമായതാണ്. എന്താ ഒളവിന്റെ കാരണം? ഒളവിന്റെ കാരണം അയസ്രിയാനാണ്. പടച്ചതമ്പുരാൻ എതിര് പ്രവർത്തിക്കുക, അള്ളാഹുവിനെ എതിര് ചെയ്യുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ നിസ്സാരവൽക്കരിക്കുക. ഏറ്റവും വലിയ കാര്യം ഇതാണ്. അള്ളാഹുവിനെ ഏറ്റവും പൊരുത്തപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സുന്നത്ത് കൂട്ടലല്ല. അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് വാജിബാത്തിനെ കൃത്യമാക്കലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. കേവലം സുന്നത്ത് കുറച്ചാളുകൾ നടത്തിയതുകൊണ്ടൊന്നും അള്ളാഹിന്റെ ഒളവ് ഇറങ്ങാതിരിക്കൂല. സുന്നത്ത് കുറെ കൂട്ടുക എന്നുള്ളതല്ല വിഷയം. ആദ്യം അടിത്തറ ക്ലിയർ ആക്കണം, എന്നിട്ടാ സുന്നത്ത് ഉണ്ട്. തുണി കൊടുക്കാതെ തലയെ കെട്ടിയിട്ട് എന്താ കാര്യം? നല്ല നെഞ്ച് നിറച്ച് താടി വെച്ച്, നല്ല കൂസം താടി, നെഞ്ച് നിറച്ച് കൂസം താടി, പിന്നെ ബാലിട്ട് തലയിൽ കെട്ടി, പക്ഷേ തുണി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? എന്നിട്ട് വലിയ ആളായി സുന്നത്ത് നിർത്തി നിസ്കാരത്തായ്മ കൊണ്ട് അങ്ങനെ നടന്ന്, ഓ വലിയ ആളാണ്, വലിയ കൂസം താടി ഇതുവരെ ഉണ്ട്, വലിയ ബാലുള്ള തലയെക്കെട്ട് ഇങ്ങനെ കുറുക്കന്റെ ബീപ് പോലെ വലിയ ബാലിട്ട് തലയെ കെട്ടിയിട്ടുണ്ട്, പക്ഷെ തുണി എടുത്തിട്ടില്ല. എന്താ കാര്യമുള്ളത്? പിന്നെ എന്താ കാര്യമുള്ളത്? ഈ ജാതി ഹമാക്കത്താണ് ഇന്ന് മാപ്പിളാർക്ക് കുടുങ്ങിയിട്ടുള്ളത്. മാപ്പിളാറെ കൂട്ടത്തിൽ അമുക്കുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് വിഷയമല്ല. എനിക്ക് ഈ വയൽ തന്നെ പൂർത്തിയാക്കണമെന്ന് ബോധ്യമില്ല. എനിക്ക് മനസ്സിലായ കാര്യം ഏത് ബാപ്പാടെ മുന്നിലും ഞാൻ പറയും. എനിക്കതിലൊന്നും വിഷയമുള്ള കാര്യമല്ല. നാളെ ജീവിക്കണമെന്ന് ബോധ്യമില്ല. അൽ മൗതു അഹബ്ബു ഇലൈഹി, ഒരു മുഅ്മിനായ മനുഷ്യന് ഖിയാമത്ത് നാളായാൽ മരണമായിരിക്കും ഏറ്റവും കൂടിയെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. എന്താ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും ഉഷാറാണ്. മജ്‌ലിസിനൂർ ജല്ലും ബദരീങ്ങളാണ്ട് കഴിക്കും ഒക്കെ ഉഷാറാണ്. പക്ഷെ ഹറാമുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസമില്ല. ഹറാം ഒരു പ്രശ്നമില്ല. വ്യഭിചാരം ഒരു വിഷയമല്ല. വ്യഭിചാര വിഷയമല്ല. വ്യഭിചാരം ഒരു പ്രശ്നമില്ല. വ്യഭിചാരം നടന്നാൽ അല്ലാഹുവിന്റെ ഒളവ് എങ്ങനെയാണ് ഇറങ്ങാതിരിക്കുക? വ്യഭിചാരം എന്ന വിഷയമില്ല, സിന എന്ന വിഷയമില്ല. സിന നടക്കുന്ന നാട്ടിൽ മജ്‌ലിസ് നൂറല്ലടാ 200 നടത്തിയിട്ട് എന്താ കാര്യം? പടച്ചതമ്പുരാൻ മജ്‌ലിസ് 100 നടത്താനല്ല പറഞ്ഞത്. പടച്ചതമ്പുരാൻ കൽപ്പിച്ചത് വാജിബാത്തുകളെ കൃത്യമാക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ്. അതിന്റെ പുറമെയാണ് സുന്നത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമാണ്. ഇത് വ്യഭിചാരം നടക്കുന്നതിൽ പ്രശ്നമില്ല, തോന്നിയാസത്തിൽ പ്രശ്നമൊന്നുമില്ല, പലിശക്ക് പൈസ വാങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പ്രശ്നമൊന്നുമില്ല, അതിന് ബേജാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഇങ്ങനെ അള്ളാഹ് ഓർമ്മണ്ടാവാതിരിക്കുക. മജ്‌ലിസ് നൂറ് നല്ലതല്ലേ? നല്ലതാണ്. തലീക്കെട്ട് നല്ലതല്ലേ? നല്ലതാണ്. തുണി എടുക്കണം, നല്ലതാണ്. തുണി ഇട്ടില്ലെങ്കിൽ അതിന് ഭ്രാന്തെന്നാണ് പറയാം. തലീക്കെട്ട് നല്ലതല്ലേ? നല്ലതാണ്. താടിയൊക്കെ നല്ലതല്ലേ? നല്ലതാണ്, നല്ലതാണ്. തുണി എടുക്കണം, തുണി എടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ അവന് തലയെ കെട്ടി തുണി എടുക്കാതെ അങ്ങാടി കൂടെ നടന്നാൽ അവനെ ഭ്രാന്തെന്നാ പറയാം. ഊളം പറയലവന് മുക്കിയല സ്ഥലം നല്ലത്, അതല്ല. എല്ലാം നല്ലതാണ്, എല്ലാ മജ്‌ലിസും നൂറ് നല്ലതാണ്, എല്ലാം നല്ലതാണ്, ഒക്കെ നല്ലതാണ്. ആദ്യം അല്ലാഹു തആലക്ക് നിർബന്ധം വാജിബാത്തുകൾ എടുക്കുക, ഹറാം ഒഴിവാക്കുക. അത് മാത്രം ഉണ്ടായാൽ തന്നെ സുഖം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കിയൊക്കെ രണ്ടാം നമ്പറ. ബാക്കിയൊക്കെ ചെയ്താലും വേണ്ടില്ല, ചെയ്തിട്ടും വേണ്ടില്ല, അത്രയേ ഉള്ളൂ. മജ്‌ലിസ് നൂറ് നടത്താം, നടത്താതിരിക്കാം. ബദരീങ്ങളാണ്ട് നടത്താം, നടത്താതിരിക്കാം. റബീഉൽ അവ്വൽ വന്നാണ് നേർച്ച നടത്താം, നടത്താതിരിക്കാം. ഒക്കെ സുന്നത്തായ കാര്യമാണ്. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ഹറാമായ കാര്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ അത് അങ്ങനെയല്ല. അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. പലിശ പൊട്ടതിനെ മുഴുവനും അല്ലാഹു തകർത്ത് കളയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പലിശയുമായി തൊട്ട എല്ലാ കാര്യവും തകർത്ത് കളയും, എല്ലാം തകർക്കും. മുഅ്മിനെ ചിന്തിക്കണം. മനസമാധാനം അല്ലാഹു തരേണ്ടതാണ്. മനസമാധാനത്തിന്റെ അടിസ്ഥാനം അല്ലാഹു നൽകുന്നതാണ്. اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام. അല്ലാഹു രക്ഷയാണ്. രക്ഷ അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്. എല്ലാം സമാധാനം നൽകേണ്ടത് അല്ലാഹുവാണ്. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് അല്ലാഹുവാണ്. നിങ്ങൾ ചിന്തിക്കണം. ഹറാമിലൂടെ വളർന്നു വരുന്ന ഏത് തടിയും നരകത്തോടാണ് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചിന്തിക്കണം. എന്താണ് ഒരു നാട്ടിൽ ആദ്യം നടക്കേണ്ടത്? ഒന്നൊരു നാട്ടിൽ നടക്കേണ്ടത് കുറെ അണ്ടർദികളല്ല. ആദ്യം നടക്കേണ്ടത് പടച്ചവന്റെ വിരുത്താണ്. ഒന്നാമതായി വേണ്ടത് പടച്ചവന്റെ വിരുത്തം. ഒരു വ്യക്തി ജീവിതത്തിൽ എന്താ വേണ്ടത്? കുറെ സുന്നത്ത് വിരിപ്പിക്കല്ല വേണ്ടത്. സുന്നത്ത് രണ്ടാം കാര്യമാണ്. ഒരു അറാബിയായ മനുഷ്യൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളരികിൽ വന്നു. നബിയെ, എനിക്ക് സുന്നത്തൊന്നും ചെയ്യാൻ നേരല്ല, ഞാൻ ഹറാമൊന്നും ചെയ്യൂല, വാജിബാത്തൊന്നും ഒഴിവാക്കൂല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു കുഴപ്പമില്ല, സുന്നത്തൊന്നും ഞാൻ ചെയ്യൂല, ഹറാമും ചെയ്യൂല, വാജിബാത്തുകൾ ഞാൻ ഒഴിവാക്കുകയുമില്ല, ഹറാമ് ഞാൻ ചെയ്യുകയുമില്ല. തത്വങ്ങൾക്ക് എനിക്ക് സുന്നത്തുകൾ പഠിപ്പിക്കാൻ എനിക്ക് നേരമില്ല, ഞാനൊരു കർഷകനാണ്. ഹബീബ് പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല, പോയിക്കോളൂ. അയാൾ ഇറങ്ങിപ്പോയപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്, മൻ സറഹു യൻദുറ ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി ഫൽയൻദുറു. സ്വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുന്നതാ കാണാൻ ആർക്കെങ്കിലും കൊടിയുണ്ടെങ്കിൽ ഇയാളെ നോക്കിക്കോളൂന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ വേണ്ടത്? വേണ്ടതിന് മർമ്മപ്പെട്ട കാര്യം. മർമ്മപ്പെട്ട കാര്യം എന്താ? മർമ്മപ്പെട്ട കാര്യം വാജിബാത്ത് ഒന്നും ഒഴിവാക്കാതിരിക്കുക, ഹറാം ഒന്നും ചെയ്യാതിരിക്കുക. എന്നാൽ തന്നെ അല്ലാഹുവിന്റെ വൃത്തിയായി. നിയമങ്ങൾ 5 കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ 6000 ചില്ലൻ ആയത്തിൽ ആകെ 5 നിയമങ്ങളാണ് ഉള്ളത്. വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാല്. ഇത് പൂർത്തിയായപ്പോഴാണല്ലോ മാക്കുമൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്നായത്തിറങ്ങിയത്. 5 നിയമങ്ങളാണ്. 6000 ചില്ലാനം ആയത്തിന്റെ ഉള്ളിൽ 5 നിയമങ്ങളാണ്. ഒന്നെന്താണ്? 1 വാജിബാണ്, 1 സുന്നത്താണ്, 2 3 ഹറാമാണ്, 4 കറാഹത്താണ്, 5 മുബാഹ് ഹലാലാണ്.
ഇതിൽ സ്വർഗ നരകവുമായി ബന്ധപ്പെട്ടതും അള്ളാന്റെ പൊരുത്തവുമായി ബന്ധപ്പെട്ടതും രണ്ട് നിയമമാണ്. വാജിബ് അത് ചെയ്താലേ അള്ളാന്റെ പൊരുത്തം ഉണ്ടാവുള്ളൂ. ഹറാമ് അത് ഒഴിവാക്കിയാലേ അള്ളാന്റെ പൊരുത്തം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സുന്നത്തോ സൗകര്യം ചെയ്തു, കറാഹത്തോ സൗകര്യം ഒഴിവാക്കിക്കോ. ഹലാലോ ചെയ്താലും വേണ്ടില്ല, ചെയ്താലും വേണ്ടില്ല. നിയമങ്ങൾ 5 5 നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 6000 ചില ആയത്തും 10 ലക്ഷത്തിലേറെ ഹദീസുകൾ ഉള്ളത്. 5 നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. അതിനാണ് ഇസ്ലാമിക ഫിഖ് എന്ന് പറയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നിയമങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ സ്വർഗ നരകവുമായി ബന്ധപ്പെട്ടതും അള്ളാഹിന്റെ പൊരുത്തവുമായി ബന്ധപ്പെട്ടതും രണ്ട് കാര്യമാണ്. ഒന്ന് വാജിബ്, അത് ഒഴിവാക്കാൻ പാടില്ല. ഒന്ന് ഹറാമ്, അത് ചെയ്യാനും പാടില്ല. വാജിബ് ഒഴിവാക്കുന്ന ഒരു മനുഷ്യന് സുന്നത്തിൽ എന്താ കാര്യം? ഹറാം ഒഴിവാക്കുന്ന ചെയ്യുന്ന ഒരാൾക്ക് സുന്നത്തിൽ എന്താ കാര്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എടുത്ത കൂലി കിട്ടോ കിട്ടൂലേ? അള്ളാന്റെ പൊരുത്തം ഉണ്ടാവില്ല. സൂര്യ ഇട്ടൊന്നും കൂലി തരുന്ന ആൾ ഞാനല്ലല്ലോ. കൂലിന്റെ വിഷയം എനിക്കറിയില്ല. നമ്മൾ ട്രേഡ് യൂണിയൻ കൊടുക്കുന്ന കൂലിയൊന്നും അല്ലല്ലോ. ഇത് പഠിച്ചോന്നിൻ്റെ കാര്യമല്ലേ. നീ എടുത്തതിനെ കൂലി കിട്ടില്ലേ എന്നുള്ളാഹു അല്ല. അതൊക്കെ വേറെ വർത്തനാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് സുഖകരമാകണമെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കണം. നല്ല നിലക്ക് മരിച്ചു പോകണമെങ്കിലും 2 കാര്യം ശ്രദ്ധിക്കണം. എങ്ങനെ നല്ല നിലക്ക് മരിച്ചു പോകുക? മുത്തഖിയാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. ഓഹോ, അങ്ങനെയാണ് ആയത്ത്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം ഉണ്ടാവുക. വൽആഖിബത്തു ലിൽമുത്തഖീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ. ചിന്തിക്ക്. വൽആഖിബത്തു ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല കാര്യം, നല്ല മരണം ഉണ്ടാവുക. എന്താണ് മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം ഉണ്ടാവുക. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ ഉപകരിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ മാപ്പിളാർക്കും ഖുർആൻ ഉപകരിക്കൂല. എല്ലാ മാപ്പിളാർക്കും വേണ്ടി ഖുർആൻ ഇറങ്ങിയിട്ടുമില്ല. എല്ലാ അവറാൻകുട്ടി, അലവിക്കുട്ടി, ബീരാൻകുട്ടി ഇവർക്കൊക്കെ വേണ്ടി ഇറങ്ങിയതല്ല ഖുർആൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. മനുഷ്യന്മാർ മനുഷ്യന്മാരെ നിങ്ങൾ ഇന്നെ നോക്കി പേടിപ്പിക്കണം. എന്തിന്? ഹുദല്ലിൽ അവറാൻകുട്ടി എന്നല്ല, ഹുദല്ലിൽ ബീരാൻകുട്ടി എന്നല്ല, ഹുദല്ലിൽ മുത്തഖീൻ. എല്ലാ മാപ്പിളാർക്കും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും മൂല്യന്മാർ ചോദിച്ചു? മൂല്യന്മാർ വേറെ, ഞാൻ മറ്റൊക്കെ ഇവിടെ കുറേ മൂല്യന്മാർ ചോദിച്ചു. മൂല്യന്മാർ ഒരു പറയട്ടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വെളിച്ചമായി കൊടുത്തതാണ്. അല്ലാതെ കണ്ട മാപ്പിളാർക്ക് വേണ്ടി മുഴുവൻ കൊടുത്തതല്ല. ഹുദല്ലിൽ പറയും, ഹുദല്ലിൽ മുത്തഖീങ്ങൾക്ക് വെളിച്ചമായി കൊടുത്തതാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളപ്പെടുത്തട്ടെ. ചിന്തിക്ക്. അലിഫ് ലാം തുടക്കം തന്നെയല്ലേ, ഉള്ളിലായിട്ടാണെങ്കിൽ ഞങ്ങളത് അറിയില്ലല്ലോ മൂല്യരെ എന്നറിയാം. ഈ ആയത്ത് എങ്ങനെ അറിയാതിരിക്കും? എല്ലാ റമളാൻ മാസത്തിലും ഒരു ദിവസങ്ങളിൽ നിന്ന് മുസാഫെടുത്തിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാ. അപ്പോഴത്തേനും ഉറക്കം വന്ന് നേരെ അതെടുത്ത് അപ്പോൾ തന്നെ ജനലിൻ്റെ പൊളിമൻ്റെ തരിപ്പും വെച്ചിട്ട് വേഗം ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഈ ആയത്ത് ഓതും. ഏത് പറയും മനുഷ്യന്മാരെ? ഏത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതോ 25 നിങ്ങൾക്ക് ഓതിയിട്ടുണ്ടാവും. അത് നിങ്ങളാണ് ഓതിയിട്ടുണ്ടാവും. അല്ലാതിരിക്കൂല. ഏത് കാനാശിമാരി മാപ്പിളയും ഈ ആയത്ത് ഓതിയിട്ടുണ്ടാവും. ഉള്ളിലായത്താണെങ്കിൽ ഇത് നമുക്ക് അറിയില്ലല്ലോ മൂല്യരെന്ന് പറയാം. ഇത് ഉള്ളിലായത്തല്ല, ഇത് പുറത്തായതാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വെളിച്ചമായി നൽകിയതാണ് ഖുർആൻ. അപ്പൊ എല്ലാ കനേശുമാരി മാപ്പിളാർക്കും ഇതിന് വെളിച്ചം കിട്ടൂല. ഇത് മുത്തഖീങ്ങൾക്ക് വെളിച്ചം കിട്ടൂല. അവരാണ് നല്ല കുലത്തിൽ മരിക്കുക. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ. മുത്തഖീങ്ങളാണ് നല്ല കുലത്തിൽ മരിക്കുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗം മുത്തഖീങ്ങൾ തന്നെ. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്ക്. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب.
اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم ഉറക്കെ പറയൂ اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم ആമീൻ برحمتك يا ارحم الراحمين. ജനങ്ങളെ, ഞാൻ ഈ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. നമ്മൾ വളരെ അകന്നു പോയിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, എനിക്കും നിങ്ങൾക്കും നാളെ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ ഒന്നും വിചാരിക്കരുത്. ഒരു കാര്യം ഇങ്ങനെ ചൂടായി പറയുമ്പോൾ വിഷയം വളരെ ഗൗരവമാണ്. ആരും മനസ്സിലാക്കുന്നില്ല. ആര് ഇങ്ങനെ ഒരു ദൈനംദിന ജീവിതം ജീവിക്കും, വൈകുന്നേരം ഒരു സമ്മേളനത്തിനും ഒരു പ്രകടനത്തിന് പോകും, അതോടുകൂടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് കാനേശ് മാപ്പ് വിചാരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു പ്രകടനം കൊണ്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ വിഡ്ഢികളാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ സഹായം വരണം. എന്നാൽ പ്രകടനങ്ങൾ വേണ്ടേ? അത് ജനാധിപത്യ സംവിധാനങ്ങളാണ്. അതൊക്കെ ജനാധിപത്യ രാജ്യത്ത് ചെയ്യൽ അനിവാര്യമാണ്. ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കൂല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഖുർആൻ മുത്തഖീങ്ങൾക്ക് ഇറങ്ങിയതാ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നല്ല രൂപേണ മരിക്കുന്നത് മുത്തഖീങ്ങളാണ്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്കാണ്. എത്ര സ്ഥലത്തില്ലേ? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ മൻ ഖശിയ الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد وأزلفت الجنة للمتقين. മുത്തഖീങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തെ അടുപ്പിച്ചു കൊടുക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അവരാണ് മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾ ഖുർആൻ ഇറങ്ങിയത് മുത്തഖീങ്ങൾക്കാണ്. നല്ല രൂപത്തിൽ മരിക്കൽ മുത്തഖീങ്ങളാണ്. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്കാണ്. എത്ര ആയത്താണ്, എത്ര ആയത്താണ്, എത്ര ആയത്താണ്, എത്ര 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 എത്ര. അല്ലാഹുവിന്റെ സാമീപ്യം മുത്തഖീങ്ങൾക്കാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹറിൻ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖമറിലാണ് ഈ ആയത്ത്. ചോദ്യം സൂറത്ത് ഖാഫിൽ നിന്ന്, ഇത് സൂറത്ത് ഖമറിൽ നിന്ന്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സർവത്തിനും കഴിയുന്ന മഹാരാജാവിന്റെ സന്നിധാനത്തിൽ മുത്തഖീങ്ങൾ അങ്ങനെ സർവ സൗകര്യത്തിൽ വസിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അവിടെ മുത്തഖീങ്ങളെ പറഞ്ഞു. മേക്കുയിന്റെ താഴെ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി കിടത്തി. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ അതിന്റെ മുകളിൽ പാക്ക് വെച്ച് ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ആ ഖബറിന്റെ ഉള്ളിൽ അടച്ച്, പിന്നെ അതിന്റെ മേലെ എല്ലാവരും മണ്ണിട്ട്, പിന്നെ കൂന കൂട്ടി, പിന്നെ പോയി. പക്ഷെ മുത്തഖീങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇന്നലിൽ മുത്തഖീന മഫാസ. മുത്തഖീങ്ങൾക്ക് ഇവിടെയും വിജയസ്ഥാനമേ ഉണ്ടാകൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ജനങ്ങളെ ഈ പറയുന്നൊന്ന് മനസ്സിലാക്കി പഠിച്ചോനെ. എനിക്കും അല്ലാഹു ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 6000 ചില്ലാനം ആയത്തുകൾ എന്തിനാണ് മനുഷ്യന്മാരെ മരിച്ചോട് തോതാൻ വേണ്ടി മാത്രമാണോ ഇറക്കിയത്? എന്തിനാണ് മനുഷ്യന്മാരെ ഈ ആയത്ത് ഇറക്കിയത്? എന്താണ് മനുഷ്യന്മാരെ നമ്മളത് മനസ്സിലാക്കാൻ? മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതൊക്കെ നല്ലതല്ലേ? ആണ്. ആദ്യം നമ്മൾ നന്നാവണ്ടേ? മുഅ്മിനെ ചിന്തിക്കണം. മരിച്ചോടുത്തോറിയ കൂലിയില്ലേ? തീർച്ചയായും കൂലിയില്ല. അതിനൊന്നും പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം അത് മാത്രം ബാക്കി. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കൂല നമ്മള്. ഇന്നലെ എല്ലാവരും പള്ളിപ്പറമ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് പിന്നെ പോകുന്നത്. പക്ഷെ ഈ വിളിക്കണ്ട. ഈ മുത്തഖയാണെങ്കിൽ എന്തുകൊണ്ട്? ഇന്നലിൽ മുത്തഖീന മഫാസ. മുത്തഖീങ്ങൾക്ക് എവിടെയും വിജയസ്ഥാനം തുറന്നു വരും.
ഫാസ, വിജയത്തിന്റെ വാതിൽ, വിജയത്തിന്റെ സ്ഥാനം. അല്ലാഹു തൗഫീഖ് തരട്ടെ. حدائق وعنابا وكواعب أترابا وكأسا دهاقا. പള്ളിപ്പറമ്പിൽ ആരുമില്ലെങ്കിൽ പേടിക്കേണ്ട, കോടാനക്കോടി മലക്കുകൾ ഇറങ്ങി വരും. അവൻ സന്തോഷ സമ്മേളനത്തിന്റെ നടുവിലായിരിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കും. കോടാനക്കോടി മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അവനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവര് റബ്ബാകുന്ന ആതിഥേയന്റെ അതിഥിയായി വന്നവന്റെ ഇടയിൽ സർവന്റായി അവന്റെ ഖബർ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഉണ്ടാകും. ഒരു പേടിയും വേണ്ട. പക്ഷേ ഇവൻ ആരാകണം? ഇവൻ മുത്തഖിയായി മാറണം. അവൻ ജീവിതത്തിൽ മുത്തഖിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പ്രശ്നം എവിടെ? പ്രശ്നം ഒരു പ്രശ്നമല്ല, ഒറ്റ പ്രശ്നമുള്ളൂ, മുത്തഖിയാ മതി. എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിൽ നിന്നാകുന്നത്? നമ്മൾ മുത്തഖിയായില്ല. മുസ്ലിം ആകാൻ ആർക്കും കഴിയും, മുത്തഖിയാനാകാൻ കഴിയില്ല. അത് കുറച്ച് പണിയാണ്. ആ പണിയാണ്. കഴിയില്ല എന്നല്ല, കഴിയും, പക്ഷെ ശ്രദ്ധിക്കൂല. ഖുർആൻ ഇറങ്ങിയത് മുത്തഖിങ്ങൾക്കാണ്. ഖുർആന്റെ ആളുകൾ മുത്തഖിങ്ങളാണ്. നല്ല രൂപത്തിൽ മരണം മുത്തഖിങ്ങൾക്കാണ്. പിന്നെ എല്ലാം എന്താണെന്നൊന്നും പറയണ്ട. എല്ലാം وسيق الذين اتقوا ربهم إلى الجنة زمرا. അവിടെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹു അവസരം നമുക്ക് തരട്ടെ.